Hi friends, welcome back to my channel. ಸೊ ಇದು ನಮ್ಮ ಕ್ಲಾಸಿನ ಕೆಳಗಡೆ ಇದೆ, ತುಂಬ ಚೆನ್ನಾಗಿತ್ತು. ಸೊ ತುಂಬ ಹಸಿರಾಗಿತ್ತು, ನನಗೆ ಇಷ್ಟ ಆಯಿತು. ಸೊ ಅದಕ್ಕೆ ನಿಮ್ಮ ಜೊತೆ ಶೇರ್ ಮಾಡ್ತಿದ್ದೀನಿ. ಸೊ ನಾನು ಸ್ವಲ್ಪ ಬೇಗ ಬರೋದ್ರಿಂದ ಅಲ್ಲೊಂದು ಕ್ಲಾಸ್ ರೂಮ್ ಇದೆ. ಸೊ ಅದರಲ್ಲಿ ಕೂತ್ಕೊಂಡ್ಬಿಟ್ಟು ನನಗೇನಾದರೂ ಬರೀಲಿಕ್ಕೆ ಏನಾದರೂ ಇದ್ದರೆ ಸೊ ಅದನ್ನು ನಾನು ಕಂಪ್ಲೀಟ್ ಮಾಡ್ತೀನಿ. ಸೊ ಇದು ನಮ್ಮ ಕ್ಲಾಸ್ ರೂಮು. ಸೊ ಇವತ್ತು NSS ಮತ್ತು NCC ಅವರ ಪ್ರಯುಕ್ತ ಕಮ್ಯುನಿಟಿ ಅವೇರ್ನೆಸ್ ಪ್ರೋಗ್ರಾಮ್ ಇತ್ತು. ಅದನ್ನ ನಿಮ್ಮ ಜೊತೆ ಕೂಡ ನಾನು ಶೇರ್ ಮಾಡ್ತಿದ್ದೀನಿ. ನಮ್ಮ ಮನೇಲಿ ಯಾರಾದರೂ ಪ್ರಾಯದವರು ಇದ್ದರೆ ಅವರೇನಾದರೂ ಬಿದ್ದರು ಅವರನ್ನು ಕರ್ಕೊಂಡು ಹೋಗಬೇಕಾದ್ರೆ ಯಾವ ರೀತಿ ನಮಗೆ ಕರ್ಕೊಂಡು ಹೋಗ್ಬೋದು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ ಇಲ್ಲಿ. ಅವರನ್ನು ಎತ್ತಿಕೊಂಡು ಹೋಗ್ಲಿಕ್ಕಾಗದಿದ್ದರೆ ನಮಗೆ ಅವರನ್ನು ಯಾವ ರೀತಿ ಮಲಗಿಸಿ ಕರೆದುಕೊಂಡು ಹೋಗ್ಬೋದು ಅಂತ ಹೇಳಿಕೊಟ್ಟಿದ್ದಾರೆ ಇವತ್ತು. ಸೊ ನಾನು ನಿಮ್ಮ ಜೊತೆ ಶೇರ್ ಮಾಡ್ತಿದ್ದೀನಿ. ನಾನು ഇതുപോലത്തെ റോപ്പ് ഉണ്ടാവും, കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല. ഒരു നോർമൽ കെട്ട്, സേഫ്റ്റി കെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് വേറെയാണ്. നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് തോന്നിയ ഒരു കെട്ടുന്ന ഇതുപോലെ മോളിൽ കിട്ടും. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ക്ലോയിച്ച് ആണ്. ഓക്കെ, ക്ലോയിച്ച് മെത്തേഡിലാണ് ടൈറ്റാണ് റോപ്പ് ടൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ആ സമയത്ത് ഇതൊന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റുള്ള അല്ലെങ്കിൽ സേഫ്റ്റിയാണ്, ഇത് കെട്ടി കഴിഞ്ഞാൽ താഴെ പോകില്ല എന്ന് കണ്ടീഷൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോപ്പ് ഇട്ട് ആയില്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഡെമോ പർപ്പസ് ആയിരിക്കും, ടെസ്റ്റ് ചെയ്യണ്ടേ? ഓക്കെ, ടെസ്റ്റ് ചെയ്യാം. സാർ വെച്ചോ. ಸೊ ಇದು ನಮಗೆ ತಲೆಗೆ ಏನಾದರೂ ಇಂಜರಿ ಆದರೆ ಯಾವ ರೀತಿ തലಯನ್ನು നേരത്തെ പറഞ്ഞെങ്ങനെ അകത്തുനിന്ന് വെളിയിലേക്ക് ഇഞ്ചറി ക്ലീൻ ചെയ്യുക. എവിടെയാണ് ഇഞ്ചറി ഉണ്ടായിരിക്കുന്നത് അതിന് വെളിയിലേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തു എന്നിട്ട് ബൾക്കി ബാൻഡേജ്, നമ്മുടെ കയ്യിൽ ബൾക്കി ബാൻഡേജ് ഉണ്ടാകുന്നു. അപ്പൊ നമ്മളിരിക്കുന്ന ടവൽ നല്ല കോട്ടന്റെ ടവൽ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് വണ്ണമുള്ള ടൈപ്പുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഇതുപോലെ മുകളിലേക്ക് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ടവലോ അല്ലെങ്കിൽ ചെറിയ തോർത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, ഇതുപോലെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ തലയിൽ കെട്ടുന്ന രീതിക്ക് ഇതുപോലെ തലയിൽ കെട്ടുന്ന രീതിക്ക് ജസ്റ്റ് കെട്ടുക. അപ്പോഴല്ലോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക. ഇപ്പൊ ഇവിടുന്ന് ഞാൻ വീണാൽ പോലും ഹോസ്പിറ്റലിൽ എത്ര സമയം എടുക്കും? അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എടുത്ത് നമ്മൾ ബ്ലീഡിങ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ ഹെഡ് ഇഞ്ചുറിയായി ഒരു ബൾക്കി ബാൻഡേജ് ഉണ്ടെങ്കിൽ ബൾക്കി ബാൻഡേജ് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, കെട്ടി കയ്യിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോളായി മതി ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഇത് ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, ഇത് നമ്മുടെ റിയൽ കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് മനസ്സിലാകും. ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ഫ്രണ്ട്സായിട്ട് പോവുക അല്ലെങ്കിൽ വീട്ടിലേക്ക് സമയത്ത് ഇഞ്ചറി ഉണ്ടാകുക, ആ സമയത്തിലേക്ക് നമ്മൾ ഈ കാര്യത്തിൽ ഓർമ്മ വരുന്നത്. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് കെട്ടിയാൽ മതി. ഇതൊക്കെ നമുക്ക് ആംബുലൻസ് ഇരുന്നാലും അല്ലെങ്കിൽ വണ്ടിക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡാണ്. ഓക്കെ, ഇനി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും, ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമ്മൾ കെട്ടിയ കെട്ടിനെ സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കും. അപ്പൊ നമ്മൾ മറ്റേ പശുവിനെ കെട്ടുന്ന പോലെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ കത്ര എടുക്കാൻ പോകണം, കത്രയെ കട്ട് ചെയ്യണം, ഒരുപാട് സമയം വേസ്റ്റ് ആണ്. ഈ രീതിയിൽ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ക്യാപ്പ് എടുക്കുന്ന രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒന്നും കൂടെ ഉണ്ട്. അപ്പൊ ഇഞ്ചുറി ആയി ബ്ലഡ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കെട്ടി മുകളിൽ നിന്ന് പഞ്ഞി ഫുള്ള് ബ്ലഡായി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും,
ഒരിക്കലും ആ കെട്ടിയിരിക്കുന്ന ബ്ലഡ് എടുത്ത് കളയാൻ പാടില്ല. അതിന്റെ മുകളിൽ വീണ്ടും ക്ലോത്ത് വെക്കുക, ഇതുപോലെ കെട്ടുക. ഓക്കെ, നിങ്ങൾ ഇതെന്തായാലും നനഞ്ഞില്ലേ, ഇനി മാറ്റി പുതിയത് വെക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന്റെ മുകളിൽ കൂടെ വീണ്ടും ഒരു കട്ടിയായിട്ടുള്ള ഒരു ഇത് വെക്കുക, കട്ടിയായിട്ടുള്ള ഒരു തുണി വെക്കുക, വീണ്ടും ഇതുപോലെ കെട്ടുക. ഇതാണ് നമ്മുടെ ഹെഡ് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്. ಓಕೆ, ನಿಮಗೆ ಈ ಇನ್ಫಾರ್ಮೇಷನ್ ಯೂಸ್ಫುಲ್ ಆಗಿದೆ ಅಂತ ಅಂದ್ಕೊಳ್ತೀನಿ. ಸೊ ನಿಮಗೆ ಈ ವಿಡಿಯೋ ಇಷ್ಟ ಆದರೆ ಪ್ಲೀಸ್ ಲೈಕ್ ಮತ್ತು ಶೇರ್ ಮಾಡಿ, ಕಮೆಂಟ್ ಮಾಡಿ. ಸೊ ಬಾಯ್ ಬಾಯ್, ಥ್ಯಾಂಕ್ ಯು.